നമസ്കാരം. സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ചിട്ടയില്ലാത്ത ജീവിതശൈലി കൊണ്ടാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മലബന്ധം എന്താണെന്നും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും എങ്ങനെ ഇതിനെ മാറ്റാമെന്നുമാണ് സംസാരിക്കുന്നത്. ആദ്യമായി, എന്താണ് മലബന്ധം? മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് ആഴ്ചയിൽ 3 തവണ മലബന്ധം അനുഭവപ്പെടുക അല്ലെങ്കിൽ മലവിസർജനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുക എന്നാണ് അർത്ഥമാക്കുന്നത്. 2 ദിവസത്തിന് മുകളിൽ മലവിസർജനം നടത്താൻ സാധിച്ചില്ലെങ്കിൽ ആളുകൾക്ക് വേദന അനുഭവപ്പെടാറുണ്ട്. കൂടാതെ വയറിന് ബുദ്ധിമുട്ടുള്ളതുപോലെയൊക്കെ തോന്നാറുണ്ട്. ഇടയ്ക്കിടെ മലബന്ധം ഉണ്ടാകുന്നത് സാധാരണമാണ്. പക്ഷേ ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അസ്വസ്ഥതകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് തടയാനുള്ള മാർഗങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. മലബന്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മലബന്ധം ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മലബന്ധം അനുഭവപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അറിയുന്നത് ചിലപ്പോൾ ആശ്വാസം ലഭിക്കുന്നതിനും ജീവിതത്തിൽ നിന്നും അതിനെ മാറ്റി നിർത്താനും സാധിക്കും. അതുപോലെ ജീവിതശൈലി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അത് മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങളെ ഇത് സഹായിക്കും. മിക്കവാറും മലബന്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മുടെ ചിട്ടയില്ലാത്ത ജീവിതശൈലിയും ഭക്ഷണവുമാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി നോക്കാം. നാരുകളുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് അനുഭവപ്പെടാം. സംസ്കരിച്ച ഭക്ഷണങ്ങൾ, മാംസം, ജങ്ക് ഫുഡ് എന്നിവ ധാരാളം കഴിക്കുന്നത് ദഹനത്തെ മന്ദഗതിയിലാക്കും. ഇതും മലബന്ധത്തിന് കാരണമായേക്കാം. ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ ഇരുന്നാലും നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാകും. ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിച്ചാലും മലബന്ധം ഉണ്ടാകും. ഇത് മലം കഠിനവും പുറത്തേക്ക് പോകാൻ പ്രയാസവുമായിരിക്കും. ശരീരത്തിന് വ്യായാമം ലഭിക്കാതെ ഇരുന്നാലും മലബന്ധം ഉണ്ടാകും. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുക, വ്യായാമം ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് മലവിസർജനത്തെ തടസ്സപ്പെടുത്തുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് കൃത്യസമയത്ത് ടോയ്ലറ്റിൽ പോകുന്നത്. ടോയ്ലറ്റിൽ പോകുന്നത് വൈകിപ്പിക്കുന്നതും മലബന്ധം ഉണ്ടായേക്കാം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചില മരുന്നുകൾ കഴിക്കുന്നതും മലബന്ധം ഉണ്ടാക്കാറുണ്ട്. വേദന സംഹാരികൾ, ആന്റി ഡിപ്രസന്റുകൾ, അയൺ സപ്ലിമെന്റുകൾ എന്നിവ കഴിക്കുമ്പോഴാണ് ഇത് കൂടുതലായി ആളുകൾക്ക് അനുഭവപ്പെടാറുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ദിനചര്യകളും സമ്മർദ്ദവും മലബന്ധം ഉണ്ടാക്കാറുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചിലപ്പോൾ രോഗങ്ങളുള്ളവർക്കും മലബന്ധം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. തൈറോയ്ഡ് പ്രശ്നങ്ങൾ, പ്രമേഹം, IBS എന്നിവയും മലബന്ധത്തിലേക്ക് നയിച്ചേക്കാം. മലബന്ധം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? മരുന്നില്ലാതെ തന്നെ ഒരു പരിധി വരെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്ന് ശരിയാക്കിയാൽ തന്നെ നമുക്ക് മലബന്ധം അകറ്റാൻ സാധിക്കും. അതുപോലെ മലബന്ധം നിയന്ത്രിക്കുന്നതിൽ ഭക്ഷണക്രമം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഈ ഭക്ഷണങ്ങൾ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണെന്ന് നോക്കാം. ഒന്ന്, ഉയർന്ന നാരുകളുള്ള പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പപ്പായ, ഓറഞ്ച്, പഴം, ആപ്പിൾ, ബെറീസ് എന്നിവ മലം മൃദുവാക്കാൻ സഹായിക്കുന്നു. കാരണം ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. 2, ധാന്യങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഓട്സ്, തവിട്ടരി, ഗോതമ്പ് ബ്രെഡ്, ബാർലി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ ദഹനം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. 3, പച്ചക്കറികൾ. ചീര, ക്യാരറ്റ്, ബീൻസ്, ബ്രോക്കലി, ഗ്രീൻ പീസ് എന്നിവയിൽ ധാരാളം നാരുകളും വെള്ളവും അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നതും മലബന്ധം ഉണ്ടാകുന്നത് കുറയ്ക്കും. 4, നട്ട്സുകളും സീഡ്സുകളും കഴിക്കാം. ബദാം, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ് എന്നിവയിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളും നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിനും ഗുണം ചെയ്യും. 5, പ്രോബയോട്ടിക്കുകൾ കഴിക്കാം. തൈര്, മോര്, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ എന്നിവ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും മലബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു. 6, പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പയറ്, കടല, ബീൻസ് എന്നിവ പതിവായി മലവിസർജനം നടത്താൻ സഹായിക്കുന്നവയാണ്. 7, ധാരാളം വെള്ളം കുടിക്കുക. നല്ലതുപോലെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇത് മലബന്ധം അകറ്റാൻ സഹായിക്കും. കൂടാതെ ആരോഗ്യത്തിനും ഗുണം ചെയ്യുകയും ചെയ്യും. അതുപോലെ നാരങ്ങ ചേർത്ത 1 ഗ്ലാസ് ചൂടുവെള്ളം രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. ഇതും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ സംസ്കരിച്ച ലഘുഭക്ഷണങ്ങൾ, അമിതമായ പാലുൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ, എണ്ണമയമടങ്ങിയ ഭക്ഷണങ്ങൾ, വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതും ഗുണം ചെയ്യും. മലബന്ധം അകറ്റാൻ ഇത് മാത്രം ചെയ്താൽ മതിയോ? പതിവ് വ്യായാമം, വിശ്രമം, കൃത്യമായ ഭക്ഷണ സമയം എന്നിവയും മലബന്ധം അകറ്റാൻ സഹായിക്കും. മലബന്ധം 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ.
വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.